നന്ദഗോപാൽ, ഇനി വയനാട്ടിലേക്കാണ് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസല, വയനാട്ടിൽ എങ്ങനെയാണ് പോളിംഗ് നടക്കുന്നത്? നേരത്തെ നമുക്കറിയാം പ്രചാരണത്തിലൊന്നും അത്ര വലിയൊരു ആവേശം കാണിച്ചിരുന്നില്ല. അവിടെ വിമതരുടെ വലിയ പ്രശ്നമൊക്കെ നേരിട്ടിട്ടുണ്ട് മുന്നണികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെ അത് പോളിംഗിൽ പ്രതിഫലിക്കുന്നു എന്നതിലും ആകാംക്ഷയുണ്ട്. എങ്ങനെ നടക്കുന്നു, എത്ര ശതമാനത്തിലേക്ക് എത്തുന്നു? വിധിയെഴുത്ത് അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 1.5 മണിക്കൂർ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. വയനാട് ജില്ലയുടെ ഒരു പൊതുചിത്രം എടുത്താൽ ഇപ്പോൾ 70% പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട HIM UP സ്കൂളിലെ 2ാമത്തെ ബൂത്തിലാണ്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്ലാമറസ് പോരാട്ടം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഈ നിലവിൽ ഭരിക്കുന്നത് UDF ആണ്. UDF ഭരണം നിലനിർത്താൻ വേണ്ടി പോരാടുമ്പോൾ LDF ഈ ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഈ ഒരു പോരാട്ടത്തെ കാണുന്നത്. ഇപ്പോൾ UDFന്റെ കൽപ്പറ്റ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി നമ്മളിപ്പോൾ ചേരാണ്. ഇപ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് കൽപ്പറ്റ നഗരസഭയിൽ ഉണ്ടാകുന്നത്. LDF ഈ നഗരസഭ തിരിച്ചു പിടിക്കുമെന്നുള്ളത് എന്താണ് തോന്നുന്നത്? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സീറ്റ് വർദ്ധിപ്പിച്ച് തുടർഭരണം കാഴ്ചവെക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരുപാട് വിമർശനങ്ങൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിൽ എത്രത്തോളം അത് നിങ്ങൾ വോട്ടർമാരിലേക്ക് ഇറങ്ങുമ്പോൾ വിഷയമൊക്കെ കോൺഗ്രസ് ബാധിക്കും? നമ്മൾ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പോ അതുമായിട്ട് യാതൊരു ബന്ധവും ഇവിടെ ഇറങ്ങിയ ഒരു വാർഡിൽ നമ്മൾ കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനുള്ള പ്രശ്നങ്ങളെ സംസാര വിഷയമല്ല. പിന്നെ ശബരിമലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സംസാര വിഷയങ്ങൾ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നഗരസഭ നിലനിർത്തുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിന്റെ പോരാട്ടമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയൊരു ആവേശത്തിലേക്കൊന്നും വയനാട് മറ്റു ജില്ലകളെ അപേക്ഷിച്ചുകൊണ്ട് വയനാട് പോയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി കൂടി നമ്മോടൊപ്പം ചെയ്യാണ്. നഗരസഭ തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും നഗരസഭ LDF തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഉറച്ച വിശ്വാസം തന്നെയാണുള്ളത്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ UDF വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നും UDFനൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ. അപ്പൊ അതിന് ഇത്ര ഒരു മാറ്റം ഉണ്ടാവും? തീർച്ചയായിട്ടും മാറ്റം വരും. കാരണം ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. UDFന്റെ ഭരണത്തിൽ ജനങ്ങൾ മടുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് LDF തിരിച്ചു വരണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ജില്ല ഉള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ്. അപ്പോൾ അത് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ആത്മവിശ്വാസം കൂടുന്നുണ്ടോ? തീർച്ചയായും ജയം അനിവാര്യമായുള്ള ആത്മവിശ്വാസം കൂടുന്നുണ്ട്. പോളിംഗിന് ഇപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ്. അപ്പം എല്ലാ മുന്നണികളും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. നമ്മൾ മുമ്പും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു വിലയിരുത്തലും കൂടിയായിരിക്കും. കാരണം നമുക്കറിയാം മുണ്ടക്കൈ ചുരൽമല ദുരന്തം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അവരെ ദുരന്തബാധിത സർക്കാർ എത്തരത്തിൽ ഏറ്റെടുത്തു എന്നുള്ള കാര്യമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തപ്പെടും. രാവിലെ നമ്മൾ ചുരൽമല പോയ സമയത്ത് 2 ബൂത്തുകളിലായിട്ടാണ് ചുരൽമലയിൽ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ചുരൽമലയിലേക്ക് എത്തേണ്ടത്. അവർക്ക് വേണ്ടി പ്രത്യേക വാഹന സർവീസ് ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരുന്നു. അപ്പോൾ ചുരമലക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരന്തബാധിതരെ എങ്ങനെ സർക്കാർ ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരുടെ കൂടെ സർക്കാർ എങ്ങനെ നിന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളുടെ സ്വാഭാവികമായിട്ടും അതിനുകൂടിയായിരിക്കും വോട്ട് എന്നുള്ളതാണ്. അത് ദുരന്തത്തിൽ എങ്ങനെ ആരൊക്കെ തണലായി എന്നതൊക്കെ അനുസരിച്ചായിരിക്കും. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കാറും.